തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ്. ശുദ്ധജല പദ്ധതിയും KSRTC ബസ് ടെർമിനൽ അടക്കമുള്ളവയാണ് നേട്ടങ്ങളായി LDF ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം വികസനം വാക്കുകളിൽ മാത്രമെന്ന് UDF വിമർശിക്കുന്നതായി വിജേഷ് നടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ തവണ തിരുവല്ല മണ്ഡലത്തിൽ നടന്ന പ്രധാന വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ടത് KSRTC ബസ് ടെർമിനലിന്റെ പൂർത്തീകരണമാണ്. 43 കോടി രൂപ ചെലവിൽ സംസ്ഥാനത്തെ തന്നെ മികച്ച ബസ് ടെർമിനലായി നിർമ്മിക്കാൻ സാധിച്ചു എന്നാണ് MLA പറയുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പണികൾ പൂർത്തീകരിക്കുവാനും അന്ന് സർവേ ആരംഭിച്ച നിരവധി പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുവാനും കഴിഞ്ഞ 5 വർഷക്കാലത്തിടയിൽ കഴിഞ്ഞു. തിരുവല്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ നേട്ടം KSRTC ബസ് ടെർമിനൽ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. തിരുവല്ല മണ്ഡലവും പരിസര പ്രദേശങ്ങളും വളരെയധികം കുടിവെള്ള പ്രശ്നം നേരിടുന്ന മേഖലയാണ്. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിധിവരെ മാത്യു ടി തോമസിന് സാധിച്ചിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പുതുതായി ശുദ്ധജല വിതരണ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും ഈ ഗവൺമെന്റ് കാലത്തുമായി നടപ്പാക്കിയിട്ടുണ്ട്. കുന്നന്താനം കവിയൂർ പഞ്ചായത്തുകൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി ഈ ഗവൺമെന്റ് കാലത്ത് പൂർത്തീകരിച്ചു. തിരുവല്ല ബൈപ്പാസ് നിർമ്മാണവും ആശുപത്രികളുടെ നവീകരണവും ബസ് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും മാത്യു ടി തോമസ് തന്റെ ഊഴം വളരെ ഭംഗിയാക്കി എന്ന് പറയുമ്പോഴും ഒന്നും ചെയ്തില്ലെന്നാണ് UDFും BJPയും പറയുന്നത്. തിരുവല്ല എന്ന് പറയുന്നത് മല്ലപ്പള്ളി, കല്ലൂപ്പാറ, കുന്നന്താനം ഉൾപ്പെടെ പെരിങ്ങര, കടപ്പുറ, നിരണം, കുറ്റൂർ ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ മാത്യു ടി തോമസിന്റെ നിയോജകമണ്ഡലത്തിലൂടെ യാത്ര ചെയ്ത് നോക്കി അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയും. കഴിഞ്ഞ 10 വർഷമായിട്ട് തിരുവല്ലയെ പ്രതിനിധീകരിക്കുന്ന മാത്യു ടി തോമസ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞായിരിക്കും LDF തിരഞ്ഞെടുപ്പിനെ നേരിടുക. അതോടൊപ്പം തന്നെ മാത്യു ടി തോമസിന് എതിർ സ്ഥാനാർത്ഥികൾ വരുന്നത് എത്ര ശക്തരായിരിക്കും എന്നതും ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.